എൻ്റെ രണ്ടാമത്തെ ചിത്രമാണ് ഓടരുതമ്മാവ ആളറിയാം. അതിൻ്റെ തിരക്കഥാകൃത്തായിരുന്നു ശ്രീനിവാസൻ. അന്ന് തുടങ്ങിയ ഒരു ആത്മബന്ധമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കൂട്ടുകാരൻ, ഒരു സഹോദരൻ, അതിനപ്പുറം ഒരു ഗുരുസ്ഥാനത്ത് കാണേണ്ട ഒരു വ്യക്തിത്വമാണ് ശ്രീനിവാസൻ. ശ്രീനിവാസൻ്റെ പ്രസക്തിയെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും ഞാൻ പറയേണ്ട കാര്യമില്ല. അത് മലയാളം വായിച്ചറിഞ്ഞിട്ടുള്ള കാര്യമാണ്, അനുഭവിച്ചറിഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഒരു കാര്യം പറയാം, മലയാള സിനിമയിലെ ഹാസ്യത്തിൻ്റെ നിലവാരം ഉയർത്തുന്നതിൽ ശ്രീനിവാസൻ വഹിച്ചിട്ടുള്ള പങ്കെന്ന് പറയുന്നത് വളരെ വലുതാണ്. മലയാളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ജീനിയസുകളിൽ ഒരാളാണ്. ഈ പ്രേക്ഷകരുടെ നിലവാരം ഉയർത്തുന്ന പ്രതിഭകൾ അത് അപൂർവമേ മലയാള സിനിമയിലുള്ളൂ. അവരുടെ കൂട്ടത്തിൽ എന്തുകൊണ്ടും ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീനിവാസൻ്റെ. മലയാള സിനിമയിൽ ഇനിയിപ്പോൾ ഒരു 100, 200, 300 വർഷങ്ങൾ കഴിഞ്ഞിട്ടുള്ള ചരിത്രം എടുത്ത് നോക്കുമ്പോഴും ഇങ്ങനെ ഒരു വലിയ മനുഷ്യൻ ഇവിടെ ജീവിച്ചിരുന്നു. അന്നത്തെ ഹാസ്യവുമായിട്ട് ഒട്ടും താഴ്ന്നു പോകാത്ത, അല്ലെങ്കിൽ ആ ലെവലിൽ തന്നെ ഉയർന്നു നിൽക്കുന്ന ഹാസ്യമായിരുന്നു അന്ന് അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നത് എന്ന് പറയുന്ന ലെവലിൽ അന്നും ഉണ്ടാകും ശ്രീനിവാസൻ, എന്നും ഉണ്ടാകും. ജഗദീഷിന്റെ മനസ്സിലേക്ക് എത്ര വലിയ ഓർമ്മകൾ ഉണ്ടാകും, ഒരുപാട് കഥകൾ ഉണ്ടാകും. ആദ്യമായി തിരക്കഥ എഴുതിയത് ഓടരുതമ്മാവ ആളറിയാം. അന്ന് മുതലുള്ള ബന്ധമാണെന്ന് പറയുമ്പോൾ ഒരുപാട് ഓർമ്മകളും ഒരുപാട് കഥകളും. ഓടരുതമ്മാവ ആളറിയാം എന്ന സിനിമയിലെ രംഗങ്ങളൊന്നും ഒരു കാലത്ത് മലയാളിക്ക് മറക്കാൻ കഴിയില്ല. ജഗദീഷും ശ്രീനിവാസനും ഒക്കെയുള്ള സംഭാഷണ ശകലങ്ങളും ഒക്കെ. എന്തായാലും ജഗദീഷിന് ഇന്നലെ എത്താൻ പറ്റിയില്ല, അതുകൊണ്ടാണ് അത് ഇന്ന് രാവിലെ എത്തിയത്. യെസ്, അപ്പോൾ നമുക്ക് വിവരങ്ങൾ ചോദിക്കാം. ജോസി ബാബു ആണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. ജോസി, പ്രമുഖരുടെ ഓർമ്മയിലൊക്കെ പ്രിയപ്പെട്ട ശ്രീനി അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഓരോ വിധത്തിലുള്ള അനുസ്മരണങ്ങളിൽ നമ്മളത് കേട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇനി അധിക സമയമൊന്നും ഇല്ല അദ്ദേഹത്തിന് വിടവാങ്ങാനായിട്ട്. അനിവാര്യമായ ആ യാത്രയ്ക്ക് ഇനി അധിക സമയമില്ല. 10 മണിയോടുകൂടിയാണ് ആ സംസ്കാര ചടങ്ങുകളൊക്കെ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോഴും ആളുകൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ? ജിൽസി, മലയാളത്തിൻ്റെ പ്രിയ താരം ശ്രീനിവാസനെ യാത്രയാക്കാൻ നൂറുകണക്കിന് ആളുകളാണ് ഈ മണിക്കൂറിലും കണ്ടനാട്ടെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളൊക്കെയും രാവിലെ എത്തി. ഇന്നലെ മുതൽ നമുക്കറിയാം ടൗൺ ഹാളിലും അതോടൊപ്പം തന്നെ പൊതുദർശനത്തിന് വെച്ച ഇടങ്ങളിലൊക്കെ വലിയ കണ്ണീരോടുകൂടി ആളുകൾ ഒഴുകിയെത്തുന്നത് നമുക്ക് കാണാമായിരുന്നു. നിങ്ങൾ സംസാരിച്ചതുപോലെ തന്നെ മലയാളികൾക്ക് ശ്രീനിവാസൻ്റെ ചിന്തകളും നർമ്മമുഹൂർത്തങ്ങളും കടന്നു പോകാത്ത ഒരു ദിനം പോലും ഒരു ശരാശരി മലയാളിക്കുണ്ടാവില്ല. അത്രത്തോളം ആഴത്തിൽ സാധാരണക്കാർക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ, ആഴത്തിൽ സിനിമകൾ ബന്ധമുണ്ടാക്കുവാൻ കഴിഞ്ഞൊരു വ്യക്തിത്വമാണ് ശ്രീനിവാസൻ. നടൻ, തിരക്കഥാകൃത്ത്, സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹം അടയാളപ്പെടുത്തിയത് അത്രത്തോളം വലിയ ഇടമാണ് മലയാള സിനിമയിൽ ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം തന്നെ നേരത്തെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 500-ലധികം സിനിമകൾ തനിക്ക് പങ്കാളിയാകാൻ കഴിഞ്ഞതാണ് തൻ്റെ മലയാള സിനിമയിലേക്കുള്ള തൻ്റെ സംഭാവനയെന്ന്. ആ തരത്തിൽ 80കളിലെയും 90കളിലെയും ശരാശരി മലയാളികളുടെ ജീവിതം, അതേ യുവാക്കളുടെ പ്രശ്നങ്ങളൊക്കെയും അതേപടി പകർത്തി എഴുതുവാൻ അദ്ദേഹത്തിൻ്റെ സിനിമയിലൂടെ സാധിച്ചു, അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹത്തിന് സാധിച്ചു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. സ്ഥലത്തിൽ ദിനേശനാകട്ടെ, അതുപോലെ അക്കരക്കരയിലെ ദാസന വിജയനും അടക്കമുള്ള ഒട്ടേറെ റോളുകൾ മലയാളികളെ ഇരുത്തിച്ചിരിക്കുന്ന നർമ്മ മുഹൂർത്തങ്ങൾ, രാഷ്ട്രീയ മുഹൂർത്തങ്ങളൊക്കെയും എഴുതിയ 10 മണിയോടുകൂടി ശ്രീനിവാസന്റെ സംസ്കാരം കണ്ടനാട്ടെ ഈ വീട്ടുവളപ്പിൽ നടക്കും. വലിയ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പോലീസിലേക്ക് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ പുറത്തും അകത്തുമുണ്ട്. പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ രാവിലെ എത്തുന്നത് സൂര്യയാണ്. അപ്പോൾ ഇന്ന് രാവിലെയും ജോസി തിരിച്ചെത്താം. ഞങ്ങൾ രാവിലെയും കണ്ടതാണ് സൂര്യ അടക്കമുള്ള ആളുകൾ, ഇന്നലെ വരാൻ കഴിയാതിരുന്ന ആളുകളൊക്കെ രാവിലെ അവസാനമായി അദ്ദേഹത്തെ കാണാനും അന്തിമോപചാരം അർപ്പിക്കാനുമായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരൊറ്റ ഫ്രെയിമിൽ വർക്ക് ചെയ്ത ആളുകളൊക്കെ അല്ലേ. അദ്ദേഹത്തിൻ്റെ ഈ ഒരു എന്താ പറയുക, അവസാന യാത്രയ്ക്ക് എത്തിയപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടതാണ്. പലരും വിങ്ങി പൊട്ടുന്നുണ്ടായിരുന്നു. മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ള പ്രമുഖരൊക്കെ ഒരു ഓർമ്മയുടെ ഒരു വലിയ തിരയിളക്കം തന്നെ അവരിലുണ്ടാകും. കാര്യം ഒരുപാട് വർഷത്തെ, ഏതാണ്ട് 5 പതിറ്റാണ്ടിനടുത്ത അതേ മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നു. അക്കാലയളവിൽ നായകരായി വന്നവരും മലയാള സിനിമയിൽ ഒരു ചെറിയ ഭാഗം വന്ന് ചെയ്തു പോയവരും അദ്ദേഹവുമായി അടുപ്പമുള്ള ആളുകളൊക്കെ തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഇങ്ങനെ ആളുകളുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന, അവരുടെ നിത്യജീവിതത്തിലെ സകല വികാരങ്ങളും വെള്ളിത്തിരയിൽ പ്രതിഫലിപ്പിക്കുന്ന ഇങ്ങനൊരു നടന വൈഭവം ഇനി ഉണ്ടാകുമോ എന്നുള്ള സംശയം കൂടിയുണ്ട് ഈ അവസരത്തിൽ. തീർച്ചയായും സംവിധായകൻ രാജസേനൻ ഇപ്പോഴാണ് എത്തിയതെന്ന് തോന്നുന്നു. ഇന്ദ്രൻസ് അടക്കമുള്ള ഒരുപാട് പ്രമുഖർ ഇനിയും ഇപ്പോഴും അവിടെ എത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഷൂട്ടിങ്ങിന്റെ തിരക്കിലൊക്കെ ആയി പലയിടങ്ങളിലായി പോയ ആളുകളുണ്ടാകും. ഒരു പക്ഷേ ഇന്നിപ്പോൾ 10 മണിക്കുള്ളിൽ എത്താൻ കഴിയാത്തവരുണ്ടാകും.